ഹായ് ഫ്രണ്ട്സ്, പോക്കറ്റ് മണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ആപ്ലിക്കേഷൻ്റെ വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇത് പുതിയൊരു ആപ്ലിക്കേഷനാണ്. സിമ്പിളായിട്ടുള്ള വർക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കറക്റ്റായിട്ട് പേയ്മെൻറ്റൊക്കെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ട്രസ്റ്റബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ജോബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യുന്ന എമൗണ്ട് നിങ്ങളുടെ ഗൂഗിൾ പേ വഴി സിമ്പിളായിട്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരു ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ലൈക്കെങ്കിലും തന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടൊരു മനസ്സുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ഇതുപോലത്തെ ഫ്രീ ആയിട്ടുള്ള ജോബ്സുകളൊക്കെ നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആകുന്നതായിരിക്കും. ട്രസ്റ്റഡ് ആയിട്ടുള്ള ജോബ്സ്. അപ്പോൾ അങ്ങനത്തെ ജോബ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പോക്കറ്റ് മണിയൊക്കെ ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റഫറൽ കോഡും കൂടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു റഫറൽ കോഡ് നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്കൊരു റഫറൽ ബോണസ് കിട്ടുന്നത്. ബാക്കി ഒരു തുക മാത്രം നിങ്ങൾ വർക്ക് ചെയ്ത് ഏൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിലേക്കാണ് വരുന്നത്. ഇതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ് ഏണിങ്ങിനായിട്ടുള്ള. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ 4.5 റേറ്റിംഗ്സ് ഉണ്ട്. 1,00,000-ലധികം ആളുകൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യുന്ന എമൗണ്ടൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്കോ ഫോൺ പേയിലോട്ടൊക്കെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ടുള്ള പേയ്മെൻറ്റ് രീതികളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗിക്കേണ്ട രീതിയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവൂ. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒരു റഫറൽ കോഡ് കൂടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു റഫറൽ കോഡും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റഫറൽ ബോണസും കൂടെ കിട്ടുന്നതായിരിക്കും. അത് വേണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഇതിനകത്ത് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ലോഗിൻ വിത്ത് ഇമെയിലാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് സൈൻ അപ്പ് വിത്ത് ഇമെയിൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ സൈൻ അപ്പ് വിത്ത് ഇമെയിൽ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ഇമെയിൽ ID കൊടുക്കുക, താഴെ തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഭാഗം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ വെച്ച് ജസ്റ്റ് സൈൻ അപ്പ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ താഴത്തെ ഭാഗം സെലക്ട് ചെയ്യുക. സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഒരു ഇമെയിൽ ID മാത്രം കൊടുത്തുകൊണ്ട് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതാണ് ഈസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഞാനിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ഉടനെ എനിക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. നിങ്ങൾ ഇമെയിൽ ID കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് UPI ID കൊടുക്കാനായിട്ടായിരിക്കും അവർ പറയുന്നത്. UPI ID കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുപോലെ അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡാണ് അവർ ചോദിക്കുന്നത്. പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിവിടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഫോൺ പേ ആണോ ഗൂഗിൾ പേ ആണോ എന്തിൻ്റെ ആണെന്ന് വെച്ചാൽ നിങ്ങൾ UPI ID കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഭാഗം വരും. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തെല്ലാം നമുക്ക് ഹോം എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ വർക്കുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഡെയിലി റിവാർഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ഡെയിലി റിവാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ്സ് വരും. ആ ഒരു ആഡ് കാണുന്നതിന് നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടും. അങ്ങനെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത് ലിമിറ്റഡ് ആണ്. അതുപോലെ വാച്ച് വീഡിയോ എന്ന് പറഞ്ഞ് രണ്ടാമതൊരു സെക്ഷനുണ്ട്. ഇതിനകത്തും ആഡ്സ് ആണുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കോയിൻസ് കിട്ടും. ഇതും ലിമിറ്റഡ് ആണ്. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഈ പ്ലേ ഗെയിംസ് ഉണ്ട്, കിങ് ഓഫറുണ്ട്, പബ് സ്കെയിലുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിക്കാം. മേളത്തേത് ഓപ്പൺ ചെയ്യാത്തത് ആഡ്സ് ആയതുകൊണ്ടാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു പബ് സ്കെയിൽ എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്.
അപ്പോൾ ഇതുപോലെ വരുമ്പോൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ അധികം ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഓഫറുകളും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണിത്. അപ്പോൾ നിങ്ങൾ ഓരോ ആപ്സിൻ്റെ അവർ പറഞ്ഞേക്കുന്ന ക്രൈറ്റീരിയ കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് അവർ പറഞ്ഞേക്കുന്ന കോയിൻസ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അവർ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. കിങ് ഓഫർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ കുറേ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഓരോന്നിനും കിട്ടുന്ന പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ചെയ്തതിന് ശേഷം ആ ഒരു കോയിൻ ക്ലെയിം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഒരു പ്രശ്നവുമില്ല. നമ്മൾ കോയിൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. പ്ലേ നൗ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെ ഗെയിംസ് വരും. അപ്പോൾ ഈ ഒരു ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേനും 3 സെക്ഷൻസ് ഉണ്ട്. ഇതും ഡെയിലി ടാസ്കുകളാണ് കേട്ടോ. ഇവർ ഈ ഡെയിലി ടാസ്കുകളായിട്ട് തരുന്നതെല്ലാം ലിമിറ്റഡ് ആണ്. അതിനകത്തെ വർക്കുകൾ ലിമിറ്റഡ് ആയിരിക്കും. ഈ ഒരു 3 സെക്ഷൻ ലിമിറ്റഡ് അല്ല. അത് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ജോബ്സുകളാണ്. ഇവിടെ മാത്സ് സോൾവ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള കണക്കുകളാണ് നമ്മളോട് അവർ ചോദിക്കുന്നത്. ആ ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കവർ അത് പറയുന്ന എമൗണ്ട് നമുക്ക് തരുന്നത്. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കണക്കുകളാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പോയിൻറ്റ്സും അപ്പം തന്നെ ക്രെഡിറ്റ് ആവും. ഇതിൻ്റെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ആൻസർ സെലക്ട് ചെയ്ത് കഴിയുന്ന ഉടനെ ഒരു ആഡ് വരും. ആ ആഡ് ഒരു 5 സെക്കൻഡിൻ്റെ ആഡായിരിക്കും. ആ ആഡ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കോയിൻസ് അപ്പം തന്നെ കയറും. അപ്പോൾ ഇത് ലിമിറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ദിവസം 5 മാത്സാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഇനി എനിക്ക് അവൈലബിൾ 4 എണ്ണമാണ്. അങ്ങനെയാണ് ഇതിനകത്ത് മാത്സ് സോൾവ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ക്യാപ്ചയുണ്ട്. അതും ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു ക്യാപ്ച ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാപ്ച അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു ക്യാപിറ്റലാണ് തന്നേക്കുന്നത്. ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ അവരെങ്ങനെ തന്നേക്കുന്നോ അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്പേഴ്സ് കൊടുക്കണം. ലെറ്റേഴ്സ് ആണെങ്കിൽ ലെറ്റേഴ്സ് കൊടുക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് ഒന്ന് ബാക്ക് പ്രസ് ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ആഡ് വരും. ആ ആഡിന് ശേഷം നമുക്ക് ഈ ഒരു കോയിൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ആ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 5 കോയിൻസാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. അത് പറഞ്ഞേക്കുന്ന ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് ആ ഒരു കോയിൻസൊക്കെ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ക്യാപ്ചയുടെ അതേ സെയിം തന്നെയാണ് ടെക്സ്റ്റ് ടൈപ്പിനകത്തും വരുന്നത്. അതിനകത്തും ക്യാപ്ച തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് അതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കോയിൻസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വർക്കിംഗ് എങ്ങനെയൊക്കെയാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഇതൊന്ന് ഏൺ ചെയ്യുന്ന എമൗണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് 268 കോയിൻസ് ഉണ്ട്. ഇതിനകത്ത് വിഡ്രോ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 25 രൂപ മുതൽ 500 രൂപ വരെ നമുക്ക് ഇതിനകത്തൊന്ന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 25 രൂപയാണ് മിനിമം പേ ഔട്ട് വരുന്നത്. അപ്പോൾ 25 രൂപ മുതലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. 500 രൂപ വരെ വിഡ്രോ ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു 1000 രൂപ ഇതിനകത്ത് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 തവണയായിട്ടൊക്കെ ആ ഒരു 1000 രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. പിന്നെ അടുത്തായിട്ട് ഗൂഗിൾ പ്ലേ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് 10 രൂപ മുതൽ 100 രൂപ വരെ ഗൂഗിൾ പ്ലേയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ടുണ്ട്. പിന്നെ ഫ്രീ ഫയറിലോട്ടൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. 100 ഡയമണ്ട്സ് മുതൽ 5600 ഡയമണ്ട്സ് വരെ ഇതിനകത്തുനിന്ന് നമുക്ക് ഡയറക്റ്റ് റെഡീം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ BGMI ഉണ്ട്. അപ്പോൾ അതിനകത്തും സെയിം ഈ ഒരു ഫ്രീ ഫയറിൻ്റെ അതേ ഒരു പോലെ തന്നെയാണ് ഇതിനകത്തും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എനിക്കിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് ഒരു ഡീമെറിറ്റായിട്ട് തോന്നിയ ഒരു കാര്യം 1-2 കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡെയിലി ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഈ ഒരു
നമുക്ക് ആർട്സ് കാണാനും അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്ചയും മാത്സും ഒക്കെ ചെയ്യാനായിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിനകത്ത് നമുക്ക് മിനിമം ഒരു 100 കോയിൻസൊക്കെ ഏൺ ചെയ്യാൻ പറ്റൂ ഡെയിലി. അപ്പം 100 കോയിൻ എന്ന് പറയുമ്പോൾ 1 രൂപയാണ് വരുന്നത്. ഇപ്പോൾ എനിക്ക് 268 കോയിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ 2 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി ഇതിനകത്ത് 100 രൂപയുടെ ഇപ്പം നമ്മൾ ഇതുപോലത്തെ ഡെയിലി ടാസ്കുകൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മൾ 1 വർഷം വർക്ക് ചെയ്താൽ പോലും നമുക്കിതിനകത്തുനിന്ന് ഒരു 500 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്തിട്ടാണെങ്കിലും നമുക്കിതിനകത്തുനിന്ന് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ടാസ്കുകൾ വരും. ആ ഒരു ടാസ്കുകളൊക്കെ സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നെങ്കിൽ കൂടുതലായിട്ട് ടാസ്കുകൾ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്ത് കൊടുക്കുക. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവിടെ ആർട്സൊക്കെ ലിമിറ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേന് ഇതൊക്കെ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ കോയിൻസ് കൂടുതൽ കിട്ടുകയോ അങ്ങനത്തെ എന്തെങ്കിലും അപ്ഡേറ്റ്സുകളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് വിഡ്രോ ലിമിറ്റ് എത്തുമ്പോൾ വിഡ്രോയുടെ ഒരു വീഡിയോയും കൂടെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. ആ ഒരു ലിങ്ക് ത്രൂ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസായിട്ട് കുറച്ച് പോയിൻറ്റ്സ് കിട്ടും. ബാക്കി നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല കൂടുതൽ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഈ ഒരു ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.